മറ്റുള്ളവർ കുറ്റമെന്ന് എന്തിനെ വിളിക്കുന്നുവോ ഞാൻ അതിനെ നീതി എന്ന് വിളിക്കും. ഞാൻ ഫൂലൻ ദേവി എന്ന ആത്മകഥയുടെ ആമുഖത്തിൽ ഫൂലൻ ഇങ്ങനെ എഴുതി. ക്രൂരതയുള്ള സ്ത്രീകളെ ഫൂലൻ ദേവിയോട് ഉപമിക്കുന്ന കൊളോക്കിയൽ രീതിയിൽ ചുരുങ്ങിപ്പോകേണ്ടവളായിരുന്നു ഫൂലൻ ദേവി. സത്യത്തിൽ ആരായിരുന്നു ഫൂലൻ ദേവി? ഉത്തർപ്രദേശിലെ ജലൗൻ ജില്ലയിലെ ഗുരഗ പർവ എന്ന ഗ്രാമത്തിൽ 1963 ഓഗസ്റ്റ് 10 ഫൂലൻ ദേവിയുടെ ജന്മം. മത്സ്യബന്ധനം കുലത്തൊഴിലാക്കിയ മല്ല എന്ന വിഭാഗക്കാരാണ് ഫൂലന്റെ കുടുംബം. അച്ഛൻ ദേവീദീനും അമ്മ മൂലായിക്കയുമായി ഫൂലൻ ഉൾപ്പെടെ 6 മക്കൾ, 5 പെൺകുട്ടികളും ഒരാൺകുട്ടിയും. തങ്ങളുടെ സമുദായത്തിന് മേൽജാതിയിൽപ്പെട്ട സമ്പന്ന വർഗമായ താക്കൂർമാർ ചവിട്ടിയരക്കുന്നത് കണ്ടാണ് ഫൂലനും സഹോദരങ്ങളും വളർന്നത്. ദളിത് വിഭാഗങ്ങളെ വരുതിയിൽ നിർത്തി ഗ്രാമഭരണം നടത്തി വന്നതും താക്കൂർമാരായിരുന്നു. ഫൂലനും സഹോദരങ്ങൾക്കും ചെറുപ്പത്തിൽ തന്നെ കുടുംബത്തിൽ നിന്നുൾപ്പെടെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഫൂലൻ ജനിക്കുമ്പോൾ അച്ഛൻ ദേവീദീനിന്റെ സഹോദരൻ ബിഹാരിലാലും മകൻ മെയ്യാദീനും അച്ഛന്റെ സ്വത്ത് തട്ടിയെടുത്തു. ഭൂമി നഷ്ടപ്പെട്ട ഫൂലന്റെ കുടുംബം ഗ്രാമത്തിലെ കുടിലിൽ കഴിയേണ്ടി വന്നു. ദേവീദീനിനെ ഗ്രാമത്തിൽ നിന്ന് ഓടിക്കാൻ പദ്ധതിയിട്ട മെയ്യാദീൻ കുടുംബത്തെ പീഡിപ്പിച്ചു കൊണ്ടേയിരുന്നു. ദേവീദീൻ എല്ലാം സഹിക്കുന്നയാളാണെങ്കിലും ഫൂലന്റെ അമ്മ ആരുടെ മുന്നിലും തലകുരിക്കരുതെന്ന് ഫൂലനെ പഠിപ്പിച്ചു. 10ാം വയസ്സിൽ ഫൂലൻ ബിഹാരിലാൽ തട്ടിയെടുത്ത ഭൂമിയിൽ കുത്തിയിരുന്ന് സമരം ചെയ്തു. പക്ഷേ മെയ്യാദീൻ ഫൂലനെ തല്ലിച്ചതച്ചു. 11ാം വയസ്സിലാണ് ഫൂലനെ കല്യാണം കഴിപ്പിച്ചു വിടുന്നത്. അവളേക്കാൾ 3 ഇരട്ടി പ്രായമുള്ള പുട്ടിലാലായിരുന്നു വരൻ. ഇതും ബിഹാരിലാലിന്റെ ഒരു പദ്ധതിയായിരുന്നു. ഭാര്യ മരിച്ച് പുട്ടിലാലിന്റെ 2ാം ഭാര്യയായ ഫൂലന് വിവാഹത്തിലും ഒരുപാട് പീഡനങ്ങൾ ഉണ്ടായി. പുട്ടിലാലിന്റെ രതിവൈകൃതങ്ങൾ ഒരു 11 വയസ്സുകാരിക്ക് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു. ഒടുക്കം ഫൂലന് വീട്ടിലേക്ക് മടങ്ങി വരേണ്ടി വന്നു. ഗ്രാമത്തിൽ ഭർത്താവിനെ ഉപേക്ഷിച്ചു പോന്ന ഫൂലനെ വളരെ മോശപ്പെട്ടവളാക്കി. പിന്നീട് ഫൂലന്റെ കുടുംബത്തിന്റെ അപേക്ഷയിൽ പുട്ടിലാൽ ഫൂലനെ തിരികെ സ്വീകരിച്ചു. പക്ഷെ അതിനിടയിൽ പുട്ടിലാൽ മറ്റൊരു വിവാഹം കൂടി കഴിച്ചിരുന്നു. ഇതോടെ പുട്ടിലാലിന്റെ പീഡനത്തിനോടൊപ്പം അയാളുടെ ഭാര്യയുടെ പീഡനം കൂടി സഹിക്കേണ്ടി വന്നു. ഒട്ടും വൈകാതെ പുട്ടിലാൽ ഫൂലനെ ഉപേക്ഷിച്ചു. ഗ്രാമത്തിലെത്തിയ ഫൂലനോട് ഗ്രാമത്തലവന്റെ 2ാമത്തെ മകന് താല്പര്യം തോന്നി. ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടണമെന്ന ആവശ്യത്തിന് ഫൂലൻ വിസമ്മതിച്ചോടെ ഫൂലന്റെ കുടുംബത്തിനു മുന്നിലിട്ട് കൂട്ടബലാത്സംഗം ചെയ്തു. ഗ്രാമത്തലവന്റെ മകനും കൂട്ടർക്കുമെതിരെ നടപടിയെടുക്കാനായി ഫൂലൻ തൊട്ടടുത്ത ഗ്രാമത്തിലെ തലവന്റെ സഹായം തേടി. ഇതിൽ ക്ഷുഭിതരായ ഗ്രാമസഭ ഫൂലനെ ശിക്ഷിക്കാൻ ഒരുങ്ങി. ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഗ്രാമം വിട്ടോടിയ ഫൂലനെതിരെ മെയ്യാദീൻ കള്ളക്കേസ് ഫയൽ ചെയ്തു. ഫൂലൻ തന്റെ വീട് കൊള്ളയടിച്ചെന്നായിരുന്നു പരാതി. ഫൂലൻ കീഴടങ്ങാൻ കൂട്ടാക്കാത്തതോടെ അച്ഛൻ ദേവീദീനിനെ പോലീസ് ജയിലിലടച്ച് ആക്രമിച്ചു. ഇതറിഞ്ഞ ഫൂലൻ പോലീസ് സ്റ്റേഷനിലെത്തി. അറസ്റ്റിലായ ഫൂലനെ പോലീസ് മർദ്ദിച്ചു, കൂട്ടബലാത്സംഗം ചെയ്തു. പിന്നീട് കുറ്റം തെളിയാതെ ആയപ്പോൾ ജയിൽ മോചിതയാക്കി. ജയിലിൽ നിന്ന് മോചിതയായ ഫൂലൻ വീണ്ടും ഗ്രാമീണരുടെ പീഡനത്തിനിരയായി. വീണ്ടും ബലാത്സംഗം ചെയ്യപ്പെട്ടു. സഹനത്തിന്റെ ഉച്ചിയിലെത്തിയ ഒടുക്കം ഫൂലൻ പ്രതികരിച്ചു തുടങ്ങി. കൊടുങ്കാറ്റായി ആഞ്ഞു വീശി. ബലാത്സംഗം ചെയ്യാനെത്തിയവരെ അടിച്ചോടിച്ചു. കൂലി നിഷേധിച്ച ഗ്രാമത്തലവനെ ആഞ്ഞടിച്ചു. വെടിവെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. അങ്ങനെ അവൾ വളർന്ന് ഒരു ഒറ്റയാൾ പട്ടാളമായി വളർന്നു. ഒരു ദിവസം മെയ്യാദീൻ പണം കൊടുത്തു ഏർപ്പാടാക്കിയ ഒരു ബാബു സിംഗ് ഗുജ്ജർ എന്ന ചമ്പൽ കൊള്ളക്കാർ ഫൂലനെ തട്ടിക്കൊണ്ടുപോയി. ഗുജ്ജറിന്റെ സംഘത്തിലുള്ള താക്കൂറുകളും വിക്രം മല്ലയുടെ നേതൃത്വത്തിലുള്ള മല്ലകളുമാണ് ആ 30 സംഘത്തിലുണ്ടായിരുന്നത്. ഗുജ്ജറിന്റെ പ്രവർത്തികളോട് വിക്രം മല്ലയുൾപ്പെടെയുള്ളവർക്ക് കടുത്ത വിരോധമുണ്ടായിരുന്നു. ഫൂലനെ ഗുജ്ജർ ദിവസങ്ങളോളം ബലാത്സംഗം ചെയ്തു. ഗുജ്ജറിന്റെ പീഡനങ്ങളിൽ നിന്ന് ഫൂലനെ രക്ഷപ്പെടുത്തുന്നത് വിക്രം മല്ലയാണ്. ഗുജ്ജറിനെ വെടിവെച്ച് കൊന്നതിന് ശേഷം ഫൂലനെ വിക്രം മല്ല മോചിപ്പിച്ചു. പിന്നീട് വിക്രം ഫൂലന്റെ സംരക്ഷകനായി. ആ ബന്ധം വിവാഹത്തിലും കലാശിച്ചു. വിക്രം മല്ല ഫൂലനെ ആയുധങ്ങൾ കൈകാര്യം ചെയ്യാൻ പഠിപ്പിച്ചു. വിക്രമിന്റെ സഹായത്തോടെ ഫൂലൻ തന്നെ പീഡിപ്പിച്ചവരോട് പകരം വീട്ടി. സമ്പന്നരെ കൊള്ളയടിച്ചു. പതിയെ പതിയെ പിന്നാക്ക വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കെതിരെ പോരാടി. അതോടെ പിന്നാക്ക ജാതിക്കാരുടെ ഇടയിൽ ഫൂലൻ പ്രിയങ്കരിയായി. 1980 കൊല്ലപ്പെട്ട ഗുജ്ജറിന്റെ സുഹൃത്തുക്കൾ വിക്രം മല്ലയെ വെടിവെച്ചു കൊന്നു. ഫൂലനെ തടവിലാക്കി. താക്കൂർ വിഭാഗക്കാർ കൂടുതലുള്ള ബമ്മ ഗ്രാമത്തിൽ നഗ്നയാക്കി വെള്ളം കോരിപ്പിച്ചു.
അവരിൽ നിന്ന് ഫൂലനെ മോചിപ്പിച്ചത് മൻസിംഗ് എന്ന കൊള്ളക്കാരനായിരുന്നു. പിന്നീട് മൻസിംഗിനെ ഫൂലൻ ജീവിത പങ്കാളിയാക്കി. 1981 ഫെബ്രുവരി 14 ഫൂലന്റെ സംഘം ബ്രഹ്മ ഗ്രാമത്തിൽ പ്രതികാരം ചെയ്യാനെത്തി. വിക്രം മല്ലയെ കൊന്നവരോട് പ്രതികാരം ചെയ്യുകയായിരുന്നു ലക്ഷ്യമെങ്കിലും അത് നടന്നില്ല. പകരം ഗ്രാമത്തിലെ മുഴുവൻ ആണുങ്ങളെയും നഗ്നിയാക്കി വെടിവെച്ചു കൊന്നു. 20 പേർ മരിച്ച കൂട്ടക്കൊലയായിരുന്നു അത്. ഈ കേസിൽ ഫൂലനെ ജയിലിലടച്ചു. 20 കൊലയും 22 കൊള്ളയും ഉൾപ്പെടെ 48 കേസുകളാണ് പോലീസ് ചുമത്തിയത്. 11 വർഷം ജയിലിൽ കിടക്കേണ്ടി വന്നു. ജയിലിൽ കഴിയുമ്പോഴും ഫൂലന് പീഡനങ്ങൾ തുടർന്നു. അങ്ങനെ ഓവറിയിലുണ്ടായ ഒരു മുഴ കാരണം രക്തസ്രാവമുണ്ടായി. ഇതിനായി ചികിത്സ തേടിയപ്പോൾ ജയിൽ ഡോക്ടർമാർ ഫൂലന്റെ അനുവാദമില്ലാതെ ഗർഭപാത്രം എടുത്തു കളഞ്ഞു. ഇനിയൊരു ഫൂലൻ ഉണ്ടാവരുത് എന്ന ഉദ്ദേശത്തിലാണ് അങ്ങനെ ചെയ്തതെന്ന് മാലാസെൻ പിൽക്കാലത്ത് തന്റെ പുസ്തകങ്ങളിൽ കുറിച്ചിട്ടുണ്ട്. 1994 ജയിൽ മോചിതയായ ഫൂലൻ പിന്നീട് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ചു. അന്നത്തെ UP മുഖ്യമന്ത്രിയും സമാജ്വാദി പാർട്ടി നേതാവുമായ മുലായം സിംഗ് യാദവിന്റെ ഇടപെടൽ ഫൂലന്റെ പേരിലുള്ള കേസുകൾ പിൻവലിച്ചു. ഫൂലൻ സമാജ്വാദി പാർട്ടിയിൽ പ്രവേശിച്ചു. 1996 മിർസാപൂരിൽ നിന്നും വലിയ ഭൂരിപക്ഷത്തിൽ ഫൂലൻ ജയിച്ചു. 1998 നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. പക്ഷേ തൊട്ടടുത്ത വർഷം സ്ഥാനം തിരിച്ചു പിടിക്കുകയും ചെയ്തു. കൊടിയ പീഡനങ്ങൾ സഹിച്ച് കൊള്ളക്കാരിൽ നിന്ന് MP സ്ഥാനത്തിലേക്ക് വരെ എത്തിയ ഫൂലൻ ദേവി തന്റെ 34ാമത്തെ വയസ്സിൽ കൊല്ലപ്പെട്ടു. 2001 ജൂലൈ 25 അജ്ഞാതരായ അക്രമികൾ വെടിവെച്ച് കൊല്ലുകയായിരുന്നു.